ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പേര് ബിജി ടി രാജ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു കള്ള് ഷാപ്പ് കോൺട്രാക്ടറുടെ മകനായി ഒരു വിജാതീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം ചിറ്റാരിക്കാൽ സെൻറ് തോമസ് ഹൈസ്കൂൾ തോമാപുരത്താണ് നടന്നത്. ഏതൊരു യുവാവിനെ പോലെ ഞാനും ജീവിച്ചു. വലിയ അല്ലലും അലച്ചിലുമില്ലാത്ത കുടുംബത്തിൽ വളർന്നു വന്നു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരു ദിവസം കാസർഗോഡുള്ള ബേക്കൽ കോട്ടയിൽ സന്ദർശിക്കാനായിട്ട് പോയി. അതിനുശേഷം മടങ്ങി വരുന്ന വഴിക്ക് പടന്നക്കാട് അടുത്തുള്ള ഒരു ദൈവസഹായം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുകയും അവിടുത്തെ ഒരു സഹോദരനുമായി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസം ജീവിതത്തിൽ വളരെ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് മാറി. പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു ഭവനത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലാനിടയായി. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓശാന പ്രസിദ്ധീകരണം സമ്പൂർണ്ണ ബൈബിൾ അദ്ദേഹം എനിക്ക് തന്നു. ആ സമ്പൂർണ്ണ ബൈബിളിൽ എനിക്കൊരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിച്ചു. അവിടെ ഇപ്രകാരമാണ് കർത്താവ് പറഞ്ഞത്: ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ഞാൻ നിനക്ക് തരും. ടോമിച്ചേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കിതാ: മോനെ, നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവം സബലീകരിച്ചു തരും. അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നീ ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിൻ്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കുക. ബൈബിൾ ഓരോ ദിവസവും വായിക്കുമ്പോഴും ഒരു വല്ലാത്ത ഒരു ജ്വലനം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ ഇടയായി. നിരന്തരം ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നതിന് വേണ്ടി വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി. ഞാൻ പഠനക്കാട് ഒരു ചെറിയ ഹോട്ടലുമായിട്ട് ജീവിക്കുന്ന സമയത്ത് ബിജി എന്ന് പറഞ്ഞൊരു മകനെയും കൂട്ടി ഒരാൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഇവന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവനെ ഇപ്പോൾ നിൻ്റെ കൂടെ നിർത്ത്, ഇവനെ വീട്ടിലേക്ക് വിടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ 6 മാസം പറഞ്ഞ് നിർത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ അവിടുന്ന് പോകാനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കി, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അന്നേരമൊക്കെ പരിശുദ്ധാത്മാവ് പറയും, ഇവനെ വിടരുത്, എനിക്കിവനെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് ഈ വിജയം കൂട്ടി ഡിവൈൻ ജ്ഞാനകേന്ദ്രത്തിൽ പോയി ജ്ഞാനമെല്ലാം കൂടിച്ച് അവിടുന്ന് ഒരു ബൈബിളും മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെ നടന്ന് സുവിശേഷ വേല ചെയ്യാനാണ് ഈശോ പറയുന്നതെന്ന് പറഞ്ഞ് ബൈബിള് കൊടുത്തു. അവനെ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങി തിരിച്ചു. ടോമിച്ചേട്ടൻ്റെ കൂടെ കൂടുതൽ യേശുവിനെ അറിയാൻ വേണ്ടി 3-4 മാസക്കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കടപ്പുറങ്ങളിലുള്ള മക്കളുടെ ഇടയിൽ പ്രാർത്ഥിക്കുക, അവരെ ദൈവത്തെ അറിയിക്കുക എന്നതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാനും പാട്ടുപാടും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ടോമിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇവരോട് നിൻ്റെ അനുഭവം പങ്കുവയ്ക്കുക. അവരോട് ഞാൻ എൻ്റെ ദൈവ അനുഭവം ഞാൻ പങ്കുവച്ചു. ഓരോ പ്രാവശ്യവും എൻ്റെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനങ്ങൾ ഞാൻ വായിക്കും എന്ന് ഞാൻ എൻ്റെ ഈശോയോട് പറയും. എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു തന്നാൽ ദൈവമേ, നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. അവിടെ നിന്ന് ഒരു ദിവസം ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടാനായിട്ട് വരുന്നത് അങ്ങനെയാണ്. ഓരോ വ്യക്തിയും യേശുവിനെ കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ തന്നെ അതിനെല്ലാം ചില സാമ്യങ്ങൾ വ്യാഖ്യാനിക്കാനുമാകും. പക്ഷേ അത്തരം സാധ്യതകളെല്ലാം തകിടം മറിയുന്ന സംഘർഷഭരിതമായ ചുറ്റുപാടിൽ നിന്നാണ് ബിജി എന്ന സുഹൃത്ത് ഈശോയെ പരിചയപ്പെട്ടത്. യുവത്വത്തിലെ ആ കൂടിക്കാഴ്ച അണയ്ക്കാനാവാത്ത അഗ്നിയായി കത്തിപ്പടരുകയായിരുന്നു പിന്നീട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ വചനങ്ങൾ കൂടുതൽ ഹൃദയത്തിൽ സ്പർശിക്കാൻ ഇടയായി. ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ യേശുവിനെ സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൊടുക്കണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ചേരി പ്രദേശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകും. പ്രത്യേകിച്ച് വെസ്റ്റ് ഹില്ല് കടപ്പുറം ചേരിയിൽ
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോകും. ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ കൂടെ ചെലവഴിക്കും. അവിടെ കിട്ടുന്നവരോടെല്ലാം യേശുവിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ അവരെ അവിടുന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരും. ഡിവൈനിൽ ധ്യാനം കൂടിക്കും. ഇരിങ്ങാലക്കുട രൂപതയുടെ ആനന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ. അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം അവരെ തിരിച്ച് ആ കോണിയിൽ കൊണ്ടുപോയി ആക്കും. എല്ലാ ബുധനാഴ്ചകളിലും അവിടെ പോകും, വചനം പ്രസംഗിക്കും, അവരെ സ്നേഹത്തോടെ ആ യേശുവിൻ്റെ കരുതലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള കോളനികൾ, പഴയ എറണാകുളം എയർപോർട്ടിൻ്റെ അടുത്തുള്ള വാതുരുത്തി കോളനി, ഇവിടെയെല്ലാം കടന്നു ചെന്ന് കർത്താവിൻ്റെ ആ സ്നേഹം പങ്കുവയ്ക്കുകയും വേദനിച്ച് കഴിയുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. സായാഹ്നമാകുമ്പോൾ തിരിച്ച് ഡിവൈനി വന്ന് താമസിക്കും. പിറ്റേ ദിവസവും അതുപോലെ തന്നെ പോകും, തിരുവചനങ്ങൾ പങ്കുവയ്ക്കും. കുഷ്ഠരോഗ കോളനികളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷയിലും ഞാൻ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ, കാരിസ്മോൻ ധ്യാന കേന്ദ്രം, അതുപോലെ തന്നെ സീനായി ധ്യാന കേന്ദ്രം, ഗാഗുൽത്ത ധ്യാന കേന്ദ്രം, അങ്ങനെ വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ, അതുപോലെ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഒരു ധ്യാന കേന്ദ്രം, ആതുര സേവന പ്രവർത്തനങ്ങളുമായി കട്ടപ്പന അസീസി സ്നേഹാശ്രമം, അവിടെയും പോയി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രവണത എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആരെല്ലാം എവിടെ വിളിക്കുന്നുവോ അവിടെയെല്ലാം പോകും. അവിടെയെല്ലാം എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: ഞാൻ കണ്ട, ഞാൻ അനുഭവിച്ച, എന്നെ അനുഗ്രഹിച്ച, ഇന്നും എന്നെ കൊണ്ടു നടക്കുന്ന ഒരു പൊന്നുതമ്പുരാൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ ആദ്യമായി ബ്രദർ ബിജി ജോസഫിനെ പരിചയപ്പെടുന്നത് 2002-ലാണ്. അന്ന് ഞാൻ മേലൂർ പള്ളിയിൽ കൊച്ചച്ഛനായി സേവനം ചെയ്യുമായിരുന്നു. അവിടുത്തെ യൂത്തിന് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചനെ സമീപിച്ചപ്പോൾ അതിന് പറ്റിയ ആൾ ബ്രദർ ബിജി ജോസഫായിരിക്കുമെന്ന് അദ്ദേഹമാണ് നിർദ്ദേശിച്ചത്. അദ്ദേഹമാണ് ബിജി ജോസഫിൻ്റെ ഫോൺ നമ്പർ തന്നത്. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്ന് വളരെ മനോഹരമായിട്ട് യൂത്തിനെ കൈകാര്യം ചെയ്തു. യൂത്ത് പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ക്ലാസ്സായിരുന്നു അതെന്നുള്ളത്. അതിൽ അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അവിടെ ഒരു വർഷമേ കൊച്ചച്ഛനായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോനൂർ പള്ളിയിൽ വീണ്ടും വികാരിയായി വന്നപ്പോൾ ബ്രദർ വിജി ജോസഫ് അവിടെ ഇടവ അംഗമായിട്ട് ഉണ്ടായിരുന്നു. വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ വിവിധ വൈദികരുടെ കൂടെ ധ്യാന ശുശ്രൂഷകളിലൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാവരും കൂടി എനിക്ക് ഒരു വിവാഹ ആലോചന നടത്തുന്നത്. അവരുടെ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം, അവരാണ് നിശ്ചയിക്കുന്നത് എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ. ദൈവം ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ വിവാഹ ജീവിതം ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ആശീർവദിച്ചു. ഒരു സന്തോഷപ്രദമായ കുടുംബജീവിതം അന്ന് മുതൽ ഇന്ന് വരെ നയിക്കാനായിട്ട് സാധിച്ചു. കർത്താവ് നമ്മളോട് പറയാറുണ്ട്, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നിനക്ക് തരും. ദൈവം എൻ്റെ ശുശ്രൂഷകൾക്ക് ഏറ്റവും ചേർന്ന ഒരു ഇണയെ കർത്താവ് എനിക്ക് തന്നു. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം, എനിക്ക് എല്ലാ ദിവസവും ഭാര്യയുടെ പ്രാർത്ഥന കേട്ട് ഉറങ്ങുവാനും അതുപോലെ തന്നെ ആ പ്രാർത്ഥന സ്വീകരിച്ച് ഉണരുവാനുമുള്ള ഒരു വലിയ കൃപ കർത്താവ് എനിക്ക് തന്നു. അതുപോലെ ഈ വിവാഹ ജീവിതത്തോട് കൂടിയാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ സ്ഥിരമായി താമസിക്കാനായിട്ട് വന്നു. അതിനിടയ്ക്ക് എൻ്റെ അപ്പച്ചന് ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കൂടി ഏറെ നാൾ സന്തോഷത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തുനിന്ന് എൻ്റെ അപ്പച്ചൻ വേർപെട്ടു പോയി. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് ഇവൻ ടോമി ചേട്ടൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാനും ഇതിലേക്ക് വന്നത്. ഞങ്ങളിപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് അവൻ സ്വന്തമായിട്ട് സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങി. ആ കൂട്ടത്തിൽ ഞാനും ഇവിടെ വന്ന് താമസമായി. വിവാഹത്തിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും ഒത്തിരിയധികം പ്രാർത്ഥിച്ച്
ഒരു കുഞ്ഞിന്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. വേളാങ്കണ്ണിയിലും അതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഭാര്യ ഗർഭിണിയായി. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന ഒരു സന്തോഷ വാർത്ത ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. ആ ദിവസങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. പക്ഷേ ഡെലിവറിയുടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അറിയുന്നു ഞങ്ങളുടെ കുഞ്ഞിന് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടിരിക്കുന്നുവെന്ന്. ഷണ്ടിങ് അല്ലാതെ അതിന് മറ്റൊരു മാർഗമില്ല. സിസേറിയൻ കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഞങ്ങൾ പുറത്തെടുത്തു. സിസേറിയന് മുമ്പ് വളരെയധികം ഡോക്ടർമാർ പറഞ്ഞു, ഒരു നീഡിൽ ഉപയോഗിച്ച് ആ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്കെടുക്കാം, അപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകും. പക്ഷേ കർത്താവിന് ഒരു പദ്ധതിയുണ്ട് എൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ തന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, സിസേറിയൻ ചെയ്യാനായിട്ട് അബോർഷൻ ചെയ്യാനായിട്ട് പാടില്ല. സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ ഞങ്ങൾ പുറത്തെടുത്തു. ആ കുഞ്ഞിനെ 5-ാമത്തെ ദിവസം മുതൽ തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ജോർജ് കോവൂറിൻ്റെ പരിചരണത്തിലായി. 9 ഓപ്പറേഷനുകൾ ഞങ്ങൾ നടത്തി. ഓരോ പ്രാവശ്യവും ഷണ്ടിങ് ചെയ്യുമ്പോഴും അത് ഇൻഫെക്ഷനായി വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. 3-4 മാസക്കാലം ഹോസ്പിറ്റലിൽ തന്നെ ഓരോ പ്രാവശ്യവും ഞങ്ങൾ റൂമെടുത്ത് കിടക്കേണ്ട ഒരവസ്ഥ. ആ നിമിഷങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ നിന്ദാവാക്കുകൾ. കാരണം അക്രൈസ്തവനായ ഞാൻ ക്രിസ്തുവിനെ തേടി ക്രിസ്തുവിൻ്റേതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച ഒരു വാക്കുണ്ട്, എന്തുകൊണ്ട് നീ ഇപ്രകാരം യേശുവിൽ വിശ്വസിച്ചിട്ടും നിനക്ക് ഈ ഗതി വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതിലും എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. ഡിവൈൻ ഹെൽത്ത് പ്രാർത്ഥന ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് വിചാരണ വിവാഹം ആലോചിക്കുന്നത്. ദൈവകൃപയാൽ ഞങ്ങളുടെ വിവാഹം മനോഹരമായിട്ട് നടന്നു. അതിനുശേഷം ഞങ്ങൾക്ക് രോഗിയായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിനെ ഡോക്ടേഴ്സ് പറഞ്ഞു അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും ദൈവകൃപയാലുമാണ് ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചില്ല. 5 വയസ്സും 5 മാസം വരെ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തി. 5.5 വയസ്സ് വരെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമൊക്കെ ഞങ്ങൾ ജീവിച്ചു. ആ കുഞ്ഞിനെ വളർത്തി 5.5 വയസ്സായപ്പോൾ ഒരു ദിവസം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വന്നു. അപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എന്നോട് പറഞ്ഞു, കുഞ്ഞിന് തീർത്തും വയ്യ, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന നന്ദു ജോണ്, അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെയുണ്ട്. കുഞ്ഞിനെ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഉൾവിളി പോലെ, ഇനി കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട എന്ന്. ഉടൻ തന്നെ എൻ്റെ ഇടവക വികാരി അച്ഛനെ ഞാൻ വിവരം അറിയിച്ചു, എൻ്റെ കുഞ്ഞിന് അസുഖം കൂടുതലാണ് എന്ന്. അച്ഛൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നീ പ്രാർത്ഥിക്കുക എന്ന്. എൻ്റെ കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്ത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും എൻ്റെ കുഞ്ഞ് നോക്കി. അവസാനം എന്നെ ഒന്ന് നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ തോൾഭാഗം ഒന്ന് അനക്കി. എൻ്റെ കുഞ്ഞ് എന്നിൽ നിന്ന് വേർപെട്ടു പോയി. ജീവിതത്തിൽ തകർന്നു പോകുന്ന ഒരു നിമിഷമാണ്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ അമ്മയെയും കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു. നിന്ദനങ്ങളും തിരസ്കരണങ്ങളും ഒരുപാടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്ന ആ ഈശോ മരണത്തോട് മല്ലടിക്കുന്ന നിമിഷം ഭർത്താവ് ആശ്വസിപ്പിക്കാനില്ലാത്ത ആ പരിശുദ്ധ കന്യകാമാതാവ് ആ കുരിശിൻ ചുവട്ടിൽ നിന്ന ആ ഒരു വലിയ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരികയായിരുന്നു. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം. എൻ്റെ കുഞ്ഞിൻ്റെ ശവസംസ്കാര സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസംഗിച്ച ഒരു വലിയൊരു വാചകം ഞാൻ ഓർക്കുകയാണ്. മാലാഖമാരെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാലാഖേനെ യാത്ര അയക്കുകയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ ശവസംസ്കാര ചടങ്ങിന് വന്ന അച്ഛൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന ആൾക്കാരുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഒരു വലിയൊരു അഭിമാനമാണ്
എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. കാരണം വിജാതീയനായിരുന്നിട്ടും എന്നെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അവൻ്റെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് അവൻ്റെ അമ്മയുടെ സഹനത്തിൽ പങ്കാളിയാകുവാൻ, ഒരു പുത്രൻ വേർപെട്ടു പോകുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന ആ വലിയൊരു വേദന എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് നൽകി. അതിനേക്കാൾ ഉപരി ഇത് അനേകം മക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയിൽ പ്രിയപ്പെട്ടവർ കൈവിട്ടു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ മറിച്ച് കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ആ സ്നേഹം ഒന്ന് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമായി ഞാൻ കരുതി. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. ഞാൻ ഒരുപാട് വിശുദ്ധന്മാരെ സ്നേഹിക്കുകയും എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഞാൻ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ മകളുടെ മരണത്തിന് ശേഷം ആ വൈദികൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഒരു മാലാഖ, എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു മാലാഖ സ്വർഗത്തിലുണ്ട് എന്ന്. അന്നു മുതൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ വചന ശുശ്രൂഷ മേഖലയിൽ എപ്പോഴും എൻ്റെ ബൈബിളിൽ ഞാൻ എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ചേർത്ത് വെക്കും. എപ്പോഴെല്ലാം ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ, ശുശ്രൂഷയ്ക്ക് എവിടെയെല്ലാം പോകുന്നു, അപ്പോഴെല്ലാം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ എൻ്റെ ദൈവത്തോട് അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ വിശുദ്ധി ഓർത്തുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന്. ഒരു വലിയ ഒരു ദൈവിക സാന്നിധ്യം, ഒരു വലിയ ഒരു സംരക്ഷണം ആ നിമിഷം അനുഭവിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ വീട് വിട്ട് എന്നെല്ലാം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു, അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞിനോട് ഞാൻ പ്രാർത്ഥിക്കും, മോളെ, അച്ഛന് വേണ്ടി ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം എന്ന്. ബിജി ബ്രദറിനും സന്ധ്യയ്ക്കുമുണ്ടായ ആദ്യത്തെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ കുട്ടിയുടെ തല വലുതായിട്ടുള്ള ഒരു കുട്ടിയാണ് ജനിക്കുന്നതെന്ന്. അന്നത്തെ ഏതോ ഡോക്ടർ അത് അബോർഷൻ ചെയ്ത് കളയാൻ പറഞ്ഞെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എടുത്ത തീരുമാനം, യേശു ഞങ്ങൾക്ക് ആദ്യമായിട്ട് തരുന്ന കുഞ്ഞാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ നശിപ്പിക്കുകയില്ല എന്നാണ് ആദ്യം തന്നെ എടുത്ത തീരുമാനം. ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രം, സന്ധ്യ പ്രസവിച്ചതിന് ശേഷമുണ്ടായ കുഞ്ഞ് ഡോക്ടർ പറഞ്ഞതുപോലെ തല വലിയൊരു കുട്ടിയായിരുന്നു. ജെയ്മി എന്നവർ പേരിട്ട് ആ കുഞ്ഞിനെ വിളിച്ചു. ഈ കുഞ്ഞ് 5.5 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അമ്മ എന്ന് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. കുഞ്ഞ് അച്ഛ അച്ഛ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നൊരു ചിത്രം, ശുശ്രൂഷ കഴിഞ്ഞ് ബിജിയേട്ടൻ വീട്ടിലൊക്കെ വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അടുക്കൽ വന്ന് കുനിഞ്ഞ് ജെയ്മി മോളെ എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞ് തൻ്റെ വലത് കൈ ഉയർത്തി അച്ഛൻ്റെ തോളിൽ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് അച്ഛനെ ചുംബിക്കുമായിരുന്നൊരു ചിത്രം എൻ്റെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. കാരണം ഡോക്ടർ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, യേശു അപ്പച്ചൻ എനിക്ക് നൽകുന്ന ആദ്യത്തെ കുഞ്ഞാണ്, ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ തീരുമാനം ഉദരത്തിലിരുന്ന് ആ കുഞ്ഞ് കേട്ടിരിക്കുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ധാരാളം പേർക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ വൈകല്യമുള്ള കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ പൂർവികർ ചെയ്ത പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഫലമാണെന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിച്ച ഒരു ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു. മാത്രമല്ല, ഒരിക്കൽ വിജയനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ വൈകല്യമുള്ള ഒരു കുട്ടിയെ, അല്ലെങ്കിൽ ശിരസ് വലുതായിട്ടുള്ളൊരു കുട്ടിയെ ദൈവം നൽകിയതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അപ്പോഴേക്കും ജെയ്മി മോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. ആ അവസരത്തിൽ വിജയേട്ടൻ പറഞ്ഞൊരു വാക്ക്, ദൈവം സ്വർഗത്തിൽ നിന്ന് ജെയ്മി മോളെ സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ദമ്പതിമാരുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ എന്നെയും സന്ധ്യയുമാണ് ദൈവം കണ്ടത് എന്ന് പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു. വൈകല്യമുള്ള കുട്ടിയെ ദൈവം ഞങ്ങൾക്ക് നൽകിയത്, അല്ലെങ്കിൽ ഈ ശിരസ് വലിയ കുട്ടിയെ ഞങ്ങൾക്ക് നൽകിയത്, അവളെ നോക്കാൻ തക്ക വിധത്തിലുള്ള ഏറ്റവും നല്ല മാതാപിതാക്കൾ ഞങ്ങളാണെന്ന് വിശ്വസിച്ച് ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്നാണ്. എത്രയോ വലിയ ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് അപ്രകാരം പറയാൻ സാധ്യമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. മാത്രമല്ല, ജെയ്മി മോൾ മരണപ്പെട്ടതിന് ശേഷം ബിജി ബ്രദർ പറയാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മാലാഖയുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരു മാലാഖ. വീടുകളിൽ മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുമ്പോൾ, വൈകല്യമുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ ജനിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ ദൈവം ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ച മാലാഖയാണെന്ന്? അങ്ങനെ പറയുവാൻ സാധിച്ച ഒരു ദമ്പതിമാരാണ് ഈ ബിജിയേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും. പ്രിയമുള്ളവരെ, ഇന്ന് തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകുന്നു. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇത് ഒരു തകർച്ചയോ അല്ലെങ്കിൽ ദൈവം കൈവിട്ടതാണെന്നോ ഒക്കെ ചിന്തിച്ചു പോകാം. എന്നാൽ ദൈവം കാണുന്ന ആ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ പ്രശ്നത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല, ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമായി കാണുവാൻ സാധിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ കൂടി, യാതൊരു വൈകല്യമില്ലാത്ത കുഞ്ഞുങ്ങളെ കൂടി കർത്താവ് നൽകി അനുഗ്രഹിച്ചു. ആഘാതങ്ങൾക്കിടയിലും അതുവഴി കൈവന്ന അനുഗ്രഹത്തിൽ അഭിമാനിക്കുന്ന കുടുംബം. തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പരിപൂർണമായി ചെയ്തു തീർത്ത സംതൃപ്തി. സ്വന്തം മകളുടെ വേർപാടിനെ നിർഭാഗ്യങ്ങളുടെ ചരടിൽ കെട്ടിയിടാതെ അതുവഴി തങ്ങൾക്ക് സ്വർഗം കരുതിയ മാലാഖയാണെന്ന ബോധ്യത്തിൽ പ്രാർത്ഥനകളുടെ ഉത്തമ പങ്കാളിയായി അവളുടെ ഓർമ്മകളെ താലോലിക്കുകയാണ് ബിജിയും കുടുംബവും. ആ 3 മാസക്കാലം ഒരുപാട് കഷ്ടതയിലൂടെയും വേദനയിലൂടെയും അതുപോലെ തന്നെ സാമ്പത്തികമായ പീഡകളിലൂടെയുമൊക്കെ ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയി. ബ്രദർ ബിജി ജോസഫിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നോ എന്ന് പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. ഏതൊരു കാര്യത്തെയും പ്രാർത്ഥനയോടെ ചെയ്യാച്ച അത് നമുക്കത് ചെയ്യാം നമുക്ക് എന്ന് പറയുന്നതല്ലാണ്ട് നെഗറ്റീവായ ഒരു സമീപനം അദ്ദേഹത്തിന് ഒരിക്കലും ഇല്ല. എനിക്കാവശ്യം സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം, രക്ഷ എന്താണോ അതെല്ലാം എൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്നീ നിമിഷം വരെ എനിക്ക് തന്നിട്ടുണ്ട്.